തന്റെ ബാല്യകാല സുഹൃത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയ സന്തോഷത്തിലാണ് മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സ്വദേശിയായ ജയശങ്കർ. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കൂടെ പഠിച്ച ശേഷം 35 വർഷം കഴിഞ്ഞ് തച്ചനാട്ടുകര കൊടക്കാട് വെച്ച് കണ്ടപ്പോഴും ജയശങ്കറിനെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മറന്നിരുന്നില്ല. നിറകണ്ണുകളാൽ അഭിമാനത്തോടെ അദ്ദേഹം പറയുന്നു, എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ കേരളം ഭദ്രമായിരിക്കുമെന്ന്. എറണാകുളത്തെ വിസ്ഡം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇരുവരും പഠിച്ചിരുന്നത്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള 4 വർഷത്തെ കൂട്ടുകെട്ടിന് ശേഷം പിന്നീട് അവർ കണ്ടിരുന്നില്ല. ഉപരിപഠനത്തിനായി ഇരുവരും തിരഞ്ഞെടുത്തത് വ്യത്യസ്ത വിഷയങ്ങളായിരുന്നു. ആശയവിനിമയ മാർഗങ്ങൾ ഇത്രത്തോളം വളർന്നിട്ടില്ലാത്ത കാലമായതിനാൽ പിന്നീട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ സൗഹൃദം ഇരുവരും കാത്തുസൂക്ഷിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവായ സമയത്ത് 2024 തച്ചനാട്ടുകര കൊടക്കാട് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്ക് ഉദ്ഘാടന വേളയിലാണ് 35 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും പിന്നീട് കണ്ടുമുട്ടുന്നത്. സൗഹൃദം പുതുക്കേണ്ടി വന്നില്ല. തൻ്റെ പേര് പോലും അദ്ദേഹം ഇന്നും ഓർത്തുവച്ചിരുന്നതായി ജയശങ്കർ പറഞ്ഞു. വി ഡി സതീശൻ എന്നൊരു മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഒരു ഉദ്ഘാടന വേളയിൽ വെച്ച് അദ്ദേഹത്തിനെ വീണ്ടും കാണാൻ എനിക്കിടയായി വന്നിട്ടുണ്ട്. ഒരു ബാങ്കിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയായിരുന്നു, എന്നെ ഓർമ്മയുണ്ടോ, എൻ്റെ സഹോദരിയോടൊപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നില്ലേ, ഒരു ജയശങ്കർ CP. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചപ്പോൾ അദ്ദേഹം ഞാനാണെന്ന് പറഞ്ഞു. എടാ നിനക്ക് എന്നെ ഓർമ്മയില്ലേ, നിൻ്റെ സുഹൃത്തായ എന്നെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീരാണ് വീണത്. കാരണം 30-35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് എന്നെ ഓർത്തെടുത്തു. എനിക്ക് അദ്ദേഹത്തെ ഓർക്കാൻ സാധിക്കാത്ത സമയം ഉണ്ടായപ്പോൾ പോലും ഈ 35 വർഷം എൻ്റെ സൗഹൃദം നിലനിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറഞ്ഞത് ഞാൻ വി ഡി സതീശനിൽ കാണുന്നതിലെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. കേരളം നയിക്കേണ്ട വ്യക്തി അദ്ദേഹം തന്നെയാണെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുമുണ്ട്. മുഖ്യമന്ത്രി പദവിയിലേക്ക് തൻ്റെ സുഹൃത്ത് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ജയശങ്കർ. വാട്സാപ്പ് വഴി അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നേരിട്ട് കാണാമെന്ന ആഗ്രഹവും ജയശങ്കർ പങ്കുവച്ചു. ഫോൺ എടുക്കാൻ അദ്ദേഹത്തിൻ്റെ തിരക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അണികളും അത്രയും ആവശ്യത്തിലാണ്. ഞാൻ എല്ലാ ദിവസവും മെസ്സേജ് അയക്കും, അതിന് മറുപടി കിട്ടാറുമുണ്ട്. അദ്ദേഹത്തിനെ ഇനി നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉദ്ഘാടന സമയത്ത് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാരോഹണ സമയത്ത് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഒന്നാമത്തെ കാര്യം അത്രയും തിരക്ക് പിടിച്ച സമയമാണ്, അത്രയും ലീഡേഴ്സ് അവർക്കുള്ളതാണ്. അവരുടെ എല്ലാ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സുഹൃത്ത് എന്നൊരു നിലയിൽ ചെന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ആ പരിപാടിക്ക് വന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ വീണ്ടും മുട്ടുറപ്പിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോരുകയും ചെയ്യുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എറണാകുളത്ത് നിന്നും മാറി മണ്ണാർക്കാട് പള്ളിക്കുറുപ്പിലാണ് ജയശങ്കറും കുടുംബവും താമസിക്കുന്നത്. 20 വർഷമായി തച്ചനാട്ടുകര കൊടക്കാട് മെഡിക്കൽ ഷോപ്പ് നടത്തിവരികയാണ് ജയശങ്കർ. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.